ലാൻഡ് ചെയ്തെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, കസ്റ്റംസും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. യവന്മാരെങ്ങനെ കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് ഈ കഞ്ചാവ് പുറത്തിറക്കുന്നു? അത് അവന്മാരുടെ തലവേദന. കസ്റ്റംസുമായിട്ട് വല്ല അഡ്ജസ്റ്റ്മെന്റും കാണും. നമ്മുടെ ജോലി അവന്മാരെ കണ്ടുപിടിക്കുക, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. യവന്മാരെ എങ്ങനെ ഈ ബഹളത്തിനിടയ്ക്ക് നമ്മൾ കണ്ടുപിടിക്കും? മലയാളികളെ കണ്ട തിരിച്ചറിയാൻ ഒക്കത്തില്ലേ? അല്ല, ഫ്ലൈറ്റില് വേറെ മലയാളികൾ ഉണ്ടെങ്കിൽ ഒന്ന് ചുമ്മാരിയെന്നേ. അവന്മാരെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അവന്മാര് നമ്മളെ കണ്ടുപിടിച്ചോളൂ. ഇത്രയും രൂപയ്ക്കുള്ള കഞ്ചാവ് കൊണ്ടിരുന്നവര് ചില്ലറക്കാരൊന്നും ആയിരിക്കില്ലല്ലോ. അതും ശരിയാ. What can I do? Pictures of you still make me cry. Trying to live without your love, it's so hard to do. Some nights I wake up, I look at your pillow, think that I see you there, but I can't pretend. Not much to say, I've nowhere to go. A little fear fills me up inside. Cause I'm missing you. Loving you മലയാളി മോന്തയുള്ള ഒറ്റയാളെയും കാണാനില്ലല്ലോ ഇവിടെ. ആ കമ്മീഷണറുടെ ഏർപ്പാടല്ലേ നമ്മൾ ചുറ്റുമെന്നാ തോന്നുന്നത്. ഏയ്, നമ്മുടെ ഈ സേഡി കോഡുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ മാട്ടാ. യവന്മാരെവിടെ പോയി കിടക്കുന്നു? ഇനി കസ്റ്റംസുകാർ പൊക്കിയോ? പറയാനൊക്കെ ഇല്ല. വാ, നമുക്ക് അവിടെ നോക്കാം. സാധനം കയ്യിലുണ്ടോ? എനിക്കിനി നടക്കാനൊന്നും വയ്യ, ഒരിടത്തിരിക്കാം. എംബസിക്കാരൻ കോടം പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ സേഡികളാണ്. ഇവിടെ ഇങ്ങനെ ചടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ല. നീ വാ. ഈശ്വര, എംബസിക്കാരൻ വന്നില്ലെങ്കിൽ ഈ മഹാനഗരത്തിൽ കിടന്ന് തെണ്ടിപ്പോവുകയുള്ളൂ. നീ വാ, നമുക്ക് മറുകോട് പറഞ്ഞൊരു ശ്രമം നടത്തി നോക്കാം. വാ, എനിക്ക്. മറുകോടോ? അതെ, സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് അങ്ങേര് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് നമ്മൾ പറയണമെന്നാണല്ലോ. ഇത്രയും സമയമായിട്ടും ആരും നമ്മളോട് കോഡ് ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് മറുകോടും പറഞ്ഞ് ഒന്ന് ചുറ്റി നടന്നാലോ? ഓക്കേ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം നിങ്ങളോടല്ല സാഹിബേ, ഇത് ഞങ്ങളുടെ സിഐഡി കോഡാ. ഒരിക്കലും നമ്മുടെ സേഡി കോഡ് വെളിപ്പെടുത്താൻ പാടില്ല. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. Don't shout. We are not shouting. We are CIDs from India. What? പേടിപ്പിക്കല്ലേ. വേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അതിനുള്ള വകുപ്പ് ഞങ്ങളിലുണ്ട്. പേടിപ്പിക്കാനും നോക്കല്ലേ. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. Stop shouting. സാധനം കയ്യിലുണ്ടോ? It's not a place to fight. If you continue to fight like that, I'm going to call the police. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. 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 അതെ, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. ഹലോ, സാധനം കയ്യിൽ. സാധനം കയ്യിലുണ്ടോ? അതെ, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. വിജയ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? പ്രശ്നം തീർന്നില്ലേ? സാധനം കയ്യിലുണ്ടല്ലോ. സാധനം കയ്യിലുണ്ട്. ഞങ്ങൾ നിങ്ങളെ കാണാതെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളും. ഇനി വൈകണ്ട, വരൂ, എല്ലാരും കാത്തിരിക്കുക. വരൂ. Priakos, you wait here. I'll take them inside. Okay.
ഇതൊക്കെ ആരാ? എംബസിയിലെ വാച്ച്മാൻമാരായിരിക്കും. Give us the stuff and take the money. വാട്ട്? എംബസിയിലെ ഇന്ത്യക്കാരുമല്ലേ? ഇവരെന്തിനാ ഞങ്ങൾക്ക് പൈസ തരുന്നത്? അത് നമ്മുടെ ഇവിടുത്തെ ചെലവിനുള്ള പണം എംബസിക്കാർ തരുമെന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? എന്ത് എംബസി? നിങ്ങൾ സാധനം കൊടുക്കണം മിസ്റ്റർ, എന്നിട്ട് കാശ് വാങ്ങി പോണം. എന്ത് സാധനം? എന്ത് സാധനോ? സാധനം കയ്യിലുണ്ടെന്ന് നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞല്ലേ? അത് ഞങ്ങളുടെ രഹസ്യ കോഡ് പറഞ്ഞു. വിജയ, Come on, give us the stuff. ഇവരെന്തായി പറയുന്നത്? എന്ത് സാധനം? ആരുടെ സാധനം? മിസ്റ്റർ, പൊട്ടംകളി കളിക്കാതെ മര്യാദയ്ക്ക് കൊണ്ടുവന്ന് ഹെറോയിൻ കൊടുത്തിട്ട് പോകുന്നതാ നല്ലത്. ഹെയർ ഓയില? ഹെയർ ഓയിൽ അല്ലടാ, ഹെറോയിൻ. ഹെറോയിൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്. അയ്യോ, മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങൾ അത്രക്കാരില്ല. ഓ, ചിലപ്പോ നമ്മളെ പരീക്ഷിക്കുകയായിരിക്കും. ഓഹോ. മിസ്റ്റർ, ഞങ്ങൾ യഥാർത്ഥ സീഡുകൾ തന്നെയാണ്. ഞങ്ങൾക്ക് കളിച്ചു നിൽക്കാൻ സമയമില്ല. ഞങ്ങളുടെ ചെലവിലേക്കുള്ള കാശല്ലേ അതിങ്ങ് തരണം. ദാസാ, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക് ദാസാ. ആദ്യം ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. Where is the stuff? ദാസാ, നിന്റെ തോക്കില്ലേ? തോക്ക് പെട്ടിയാണോ പോക്കറ്റിലാണോ എന്നറിയില്ല. പോക്കറ്റിലുണ്ടോ നോക്ക്. ഉണ്ട് ഉണ്ട് ഉണ്ട്, പോക്കറ്റിലുണ്ട്. ഉള്ളൊക്കെ എടുത്ത് വെടിവെക്കണ. ഹാൻഡ്സ് അപ്പ്. ലീവ് ഹിം. ഹാൻഡ്സ് അപ്പ്. നീ ഹാൻഡ്സ് അപ്പ്. മൂവ്. മൂവ്. മൂവടാ. Don't move. Don't move. വെക്കടാ വെടി. വെടിവെക്കാൻ. വെക്കടാ വെടി. പൊട്ടിയില്ല. ഓടിക്കോ. ഇന്ത്യൻ എംബസി, ഇന്ത്യൻ എംബസി. Yes. Yes. We would like to meet Mr. Shivadasa Menon. Yes, I am Shivadasa Menon. സാറാണോ ശിവദാസ മേനോൻ? അതെ. കമ്മീഷണർ കൃഷ്ണൻ നായർ. അതെ അതെ അതെ. സാറാ കോഡെന്ന് പറഞ്ഞേ, മറുകോട് ഞങ്ങൾ പറയാം. കോടോ? ആ കൃഷ്ണൻ നായർക്ക് വട്ടാണ്. നിങ്ങളെ അന്വേഷിച്ച് ഇനി എയർപോർട്ട് നടക്കാൻ ഇടം ബാക്കിയില്ല. ഞങ്ങൾ മറുകോടും പറഞ്ഞോണ്ട് ആ എയർപോർട്ടിൽ തലങ്ങനെ വിലങ്ങനെ നടക്കായിരുന്നു സാർ. ഈ മറുകോട് കാരണം ഏതോ മയക്കുമരുന്നുകാർ പിടിച്ചോണ്ട് പോയി നല്ലോണം പ്രഹരിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തടി രക്ഷപ്പെട്ടു കിട്ടിയത്. അതെ. ഉവ്വ. കഷ്ടമായി. അതെ, കഷ്ടമായിപ്പോ സാർ. എന്ത് കഷ്ടം? സാധനം കയ്യിലുണ്ടെന്ന് നിലവിളിച്ച് നടന്നിട്ടല്ലേ? അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ ആരുടെ ഭാഗത്താ തെറ്റ്? ആരുടെ ഭാഗത്താ തെറ്റ്? ഹലോ, പ്ലീസ് കുറച്ചേരം വെയിറ്റ് ചെയ്യൂ, ഞാൻ പോരാ.
എങ്ങനെ വീട് ഇഷ്ടമായോ? ഏതാണ് വീട്? ഇത് തന്നെ. ഓ, Come. പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളോ? അതെ, വേണ്ടത്ര സുരക്ഷിതത്വമില്ല. എന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ കുറ്റവാളികളുടെ സ്ഥിരമായ ആക്രമണത്തെ ചെറുക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? സ്ഥിരമായ ആക്രമണോ? ഞങ്ങളുടെ ജോലി എത്രമാത്രം അപകടം പിടിച്ചാണെന്ന് ഒരുപക്ഷെ സാറിന് അറിയില്ലായിരിക്കാം. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടായില്ലേ? ഇനിയും അത് തുടരും. അതുകൊണ്ടാ പറയുന്നത്, ഈ വീടിന് ചുറ്റും ശക്തമായ ഒരു മതിൽ വേണം. മതിൽ മാത്രമല്ല, അകത്തിരുന്നാൽ പുറത്തെന്താണ് നടക്കുന്നതെന്ന് സ്ഥിരമായിട്ട് കാണാനുള്ള ഒരു ടിവിയും അതിൻ്റെതായിട്ടുള്ള ക്യാമറയും. ഈ വീടിന് മതിൽ കെട്ടുന്ന ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. അപ്പോ ഈ നാട്ടിലെ സിഐഡികളൊക്കെ എങ്ങനെ കഴിയുന്നു? മിസ്റ്റർ മേനോൻ, മതില് വൈകുന്നേരത്തിന് മുമ്പ് കെട്ടി തന്നാ മതി. മിസ്റ്റർ രാംദാസ്, യെസ്. വളരെ കഷ്ടപ്പെട്ട് വാടകയ്ക്കെടുത്ത വീടാണിത്. മതില് കെട്ടുന്ന പരിപാടിയെ പറ്റി ചിന്തിക്കണ്ട. സിഐഡി മിസ്റ്റർ രാംദാസ്, എനിക്ക് മറ്റൊരു നല്ല ഐഡിയ തോന്നുന്നു. വേണ്ട, മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിഡ്ഢിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മിസ്റ്റർ മേനോൻ, മതിലിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്യൂ, നല്ല 5-6 പോലീസ് നായ്ക്കളെ ഈ വാതിലെടുത്ത് കൊണ്ടുവന്ന് കിട്ടിയിടൂ. സത്യമായിട്ടും ഇത് തന്നെ ഞാനും പറയാൻ ആലോചിച്ചിരുന്നത്. ഞാനത് വിശ്വസിക്കുന്നില്ല. അക്രമികളെ പട്ടികൾ നേരിടട്ടെ. അമേരിക്കയെ പറ്റി എന്താ നിങ്ങളുടെ ധാരണ? ഈ പട്ടി ഉറക്കെ ഒന്ന് കുറച്ചാൽ അയൽവക്കത്തുള്ള ആളുകൾ ന്യൂസൻസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും. അപ്പൊ പിന്നെ പട്ടിയും പോവും, ന്യൂസൻസിനുള്ള നഷ്ടപരിഹാരം വേറെ. അപ്പൊ ഞങ്ങളുടെ സുരക്ഷിതത്തിന് ഇവിടെ എന്ത് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്? പറയൂ. അത് നിങ്ങളെ അയച്ചോട് ചോദിക്കണം. സാറ് പറഞ്ഞതാ കറക്റ്റ്. വിജയ, ചിരിക്കും ബഹളത്തിനും സമയം തരാം. എല്ലാം ഓർമ്മയുണ്ടല്ലോ. താങ്കൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് സാർ കൈമലർത്തി കാണിച്ചാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടത്താമെന്ന് ഞാൻ ആരോട് ഏറ്റിട്ടില്ല. അത് കറക്റ്റ്. ഓക്കെ ഓക്കെ. വളരെ വളരെ പുരോഗമിച്ച ഒരു രാജ്യമാണല്ലോ അമേരിക്ക. ഇന്ത്യയിലെ പോലെ കുറ്റവാളികൾ ട്രെയിനിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ഒന്നും ആയിരിക്കില്ല സഞ്ചരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കുറ്റവാളികളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ഹെലികോപ്റ്റർ കയറിപ്പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്കറിയാം. എന്നാ എനിക്കറിയാം. മറ്റൊരു ഹെലികോപ്റ്ററിൽ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും. ആ ഹെലികോപ്റ്റർ ആരോടിക്കും? എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു ഹെലികോപ്റ്റർ വീടിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓടിക്കാൻ ഒരു പൈലറ്റും. ഓ, അങ്ങനെ. ഈ കുറ്റവാളികൾ ഹെലികോപ്റ്ററിൽ തന്നെ രക്ഷപ്പെട്ടോണമെന്നില്ലല്ലോ. അവരൊരു ബോട്ടിലാണ് പോകുന്നെങ്കിലോ? ഞാൻ ഈ ബോട്ട് കൊണ്ടുവന്ന് ഈ മുറ്റത്ത് കെട്ടിയിടണം. ഹെലികോപ്റ്റർ. നിന്റെ ഇളിഞ്ഞ ഈ ചിരിയുണ്ടല്ലോ, അമേരിക്കയ്ക്ക് വരാൻ വേണ്ടി എന്റെ കാല് നക്കിക്കൊണ്ടിരുന്ന ഒരു വാലാട്ടിപ്പട്ടിക്ക് യോജിച്ചതല്ല. ഓക്കെ. എന്റെ ഐഡിയാസ് മുഴുവൻ മഹാവിഡ്ഢിത്തങ്ങളാണെന്ന് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ദാസ. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനെന്താ ആഫ്രിക്കൻ അടിമയോ? അല്ല, അടിമയേക്കാൾ വളഞ്ഞൊരു നട്ടലുമായി നീ എന്റെ മുമ്പിൽ നിന്നത് ഓർമ്മയുണ്ടല്ലോ. അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം. ദാസ, ഒന്ന് നീ ഓർക്കണം, ഞാനും ഒരു CID ആണ്. ഒരു CID മറ്റൊരു CID യെ ചവിട്ടിത്താഴ്ത്തുന്നത് ശരിയല്ല. ഇന്ത്യയിലെ എല്ലാ CID-കളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് നീ മനസ്സിലാക്കാത്തതുണ്ട്. ആ CID കുടുംബത്തിൽ നീ എന്നെ അംഗമാക്കണ്ട. നീ അംഗമാണ്. ഞാൻ അംഗമല്ല. നീ അംഗമാണ്. എന്താ പ്രശ്നം? ഒന്നുമില്ല, CID-കളുടെ ചില ആഭ്യന്തര കാര്യങ്ങൾ, ബുദ്ധിപരമായ ചില തർക്കങ്ങൾ. ഓക്കെ മിസ്റ്റർ മേനോൻ, വീട്ടിനകത്തെ സുരക്ഷാ ഏർപ്പാടുകൾ പരിശോധിക്കാൻ സമയമായി. മിസ്റ്റർ വിജയൻ, നമ്മുടെ ചർച്ച കുറച്ച് കഴിഞ്ഞാവാം. നമുക്ക് അകത്തേക്ക് നീങ്ങാം. ഇന്ത്യക്കാരുടെ വീടാണ്. ഇന്ത്യക്കാരുടെ? ഞങ്ങളുടെ ചെലവിലേക്ക് നീക്കി വെച്ച 5 ലക്ഷം എപ്പോ തരും സാർ? ഈ ട്രാൻസാക്ഷന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അറിയിച്ചാ മതി. അക്കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ മതി. ഇന്റീരിയർ സെക്യൂരിറ്റി പറ്റി ഞാനൊന്ന് പരിശോധിക്കട്ടെ. എനിക്കും പരിശോധിക്കണം. ഇതാര് വലിച്ച സിഗരറ്റാണ്? മുമ്പ് ആരോ വലിച്ച സിഗരറ്റാണ്. സാറായിരുന്നോ?
ഞാൻ കരുതി ഏതെങ്കിലും ശത്രുക്കളായിരിക്കുമെന്ന്. മണ്ണാകട്ട ഞാൻ പൈപ്പിൽ വെള്ളം കേട്ട ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കിയല്ലേ. ഐ എം സോറി, റിയലി സോറി. വിജയ, വിജയ, കോൺസ്റ്റബിൾ വിജയ, അലവലാതി, നീ ചത്താളാ? ചത്തില്ല അലവലാതി. ഓഹോ, സാറ് വിളിക്കായിരുന്നാ? ഞാൻ വിളിച്ചിട്ട് നീ വിളിയാക്കാത്തത്? അങ്ങനെ വിളി കേട്ട് കേട്ടാ നീ എന്റെ തലേ കയറി ഇരിപ്പ് തുടങ്ങിയത്. എന്തിനാ വിളിച്ചത്? വിശേഷം വല്ലതുണ്ടോ? രാവിലെ എഴുന്നേറ്റാലുടൻ എനിക്കൊരു ബെഡ് കോഫി ആരണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അറിഞ്ഞൂടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നു. അത് അപ്പോഴത്തെ എന്റെ ഗതികേട് കൊണ്ട് ഉണ്ടായിപ്പോയൊരു ഭരണഘടനയാ. നമ്മളെ രണ്ടുപേരെ ഇങ്ങോട്ട് വിടാൻ തീരുമാനിച്ചപ്പോ നീ എന്റെ കാലുവാരി, എന്റെ കാലുവാരിയെ നിന്റെ കാല് ഞാൻ പിടിച്ചു. എന്നെ ഇങ്ങോട്ട് വിടണ്ടാന്ന് നീ കമ്മീഷണറോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അപ്പോഴേ അറിഞ്ഞു. ഇവിടെ എത്തിയിട്ട് പറയാമെന്ന് കരുതി ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ചായയോ കാപ്പിയോ ബിരിയാണി എന്താണ് വേണ്ടത് വെച്ചാൽ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളണം. നീ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു. ഞാനിവിടെ വന്നത് നിന്റെ തുക്കട കേസ് പിടിക്കാനൊന്നുമല്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. എനിക്ക് അമേരിക്ക വിശദമായിട്ടൊന്ന് കാണണം, കുറച്ചു കാലം സുഖിക്കണം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് ചെയ്ത് നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. എനിക്ക് ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. വല്ല നഴ്സറിയും കെട്ടി അവളുടെ ഭർത്താവായിട്ട് ഞാൻ ഇവിടെ അങ്ങ് കൂടും. അപ്പോഴോ? എടാ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തെണ്ടി നടന്നപ്പോ നമ്മളെ വിളിച്ച് കാക്കി കുപ്പായം തൊപ്പിയും ശമ്പളവും തന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സ്വല്പമെങ്കിലും നന്ദി പറയടാ. നന്ദി. ആ ജോലി നീ തെറിപ്പിക്കുന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ നന്ദി? ഈ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഡിപ്പാർട്ട്മെന്റ് തള്ളി പറയണമെന്നുണ്ടോ? എന്ത് കുന്തായാലും ശരി, കേസ് അന്വേഷണമൊന്നും ഞാനില്ല. പിന്നെ ഒരു കേസ് അന്വേഷണം വിജയ, കിടന്ന് നിലവിളിക്കാതെ. നമ്മളിപ്പോ കേസ് അന്വേഷിച്ചാലും ഇല്ലെങ്കിൽ അവിടെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് പറയുന്നു ഞങ്ങൾ ഭയങ്കരമായി കേസ് അന്വേഷിച്ചു, ഒടുവിലാണ് മനസ്സിലായത് കിരീടം ഇംഗ്ലണ്ടിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. അവിടെ കുറച്ചു കാലം കറങ്ങുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് നമ്മൾ പറയുന്നു കിരീടം ഫ്രാൻസിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഫ്രാൻസിലേക്ക് അയക്കുന്നു. പിന്നെ ഹോളണ്ട്, ജർമ്മനി, ആസ്ട്രിയ, അങ്ങനെ പല രാജ്യങ്ങൾ നമ്മൾ ചുറ്റി കറങ്ങുന്നതാ. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. CID ഡിപ്പാർട്ട്മെന്റ് ചോരയാടായി സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ നിന്നെ പോലെ വിശ്വാസവഞ്ചകനല്ല. അധോ ലോക നായകൻ അനന്തൻ നമ്പ്യാരും കള്ളക്കടത്ത് വീരൻ കൊപ്പള പ്രഭാകരൻ ഇരുമ്പഴിക്കുള്ളിലാണെങ്കിൽ ഈ പോൾ ബാർബറെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. എന്നാൽ അതുവരെ ഞാൻ ഉറങ്ങാം.